ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കസ്തൂരി, സായി ചരിതത്തിലെ ശ്രീശുകൻ. വിശദീകരിക്കാനാവാത്ത ലീലകൾ. കസ്തൂരി ആദ്യമായി ബാബയ്ക്കൊപ്പം ചിത്രാവതി തീരത്ത് പോയ സന്ദർഭം. ഭക്തന്മാർ ചൂണ്ടിക്കാണിച്ച ദിക്കിൽ ബാബ ഇരുന്നു ഭജന ആരംഭിച്ചു. ഭജന തീരാറായതോടെ ഭക്തന്മാർ സ്വാമിയുടെ സമീപത്തേക്ക് നീങ്ങിയിരിക്കാൻ തുടങ്ങി. കസ്തൂരി കാരണം ആരാഞ്ഞു. ഒരാൾ പതുക്കെ പറഞ്ഞു, ഇനി ബാബ മണലിൽ നിന്ന് എന്തെങ്കിലും സൃഷ്ടിക്കും. ഏതെങ്കിലും ഒരു ഭാഗ്യവാന് അത് നൽകും. ഭജന പൊടുന്നനെ നിന്നു. ശേഷഗിരി ആരതിക്ക് തയ്യാറായി. ആംഗ്യം കൊണ്ട് സ്വാമി വേണ്ടെന്ന് പറഞ്ഞു. ബാബ ഒരു തമിഴ്നാട്ടുകാരനോട് ഒരടി ഉയരത്തിൽ മണൽ കൂട്ടാൻ കൽപ്പിച്ചു. മണൽ കൂന ഒരുങ്ങി. ബാബ തൃക്കരത്താൽ അതിന്റെ മുകൾ ഭാഗം നിരപ്പാക്കി. എനിക്ക് മണൽ വലിയ പ്രിയം. ഇത് കണ്ടാൽ എങ്ങനെ അടങ്ങിയിരിക്കും? നിരത്തിയ മണലിന് മുകളിൽ വൃത്തത്തിലും ചതുരത്തിലും നീളത്തിലും എന്തൊക്കെയോ ബാബ വരച്ചു. ഓ, ഗണേശൻ വന്നു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടെ ബാബ ഇരുകരങ്ങളും മണൽ കൂനയിൽ ആഴ്ത്തി. പിന്നീട് ഒരു കട്ടിയുള്ള വെള്ളി ഗണേശ വിഗ്രഹം അതിൽ നിന്ന് പൊക്കിയെടുത്തു. 10 ഇഞ്ച് വലിപ്പമുള്ള മനോഹരമായ ചിത്രപ്പണികളോട് കൂടിയ ഗണേശ വിഗ്രഹം. കസ്തൂരിയുടെ മിഴികൾ തള്ളിപ്പോയി. തന്റെ ഏതറിവ് കൊണ്ട് ഈ പ്രതിഭാസം വിശദീകരിക്കാനാകുമെന്നറിയാതെ അദ്ദേഹം വല്ലാതായി. ചിത്രാവതിക്കരയിൽ ഇരൽ വീണു കഴിഞ്ഞിരുന്നു. ആരോ ടോർച്ച് തെളിച്ചു. ബാബ തളികയിലേക്ക് ഒരു പിടി മണൽ ചൊരിഞ്ഞു. ആ നിമിഷം അത് കൽക്കണ്ടത്തരികളായി മാറി. എല്ലാവർക്കും പ്രസാദമായി അത് വിതരണം ചെയ്തു. ഈ അനുഭവങ്ങൾ കസ്തൂരിയെ വല്ലാതെ പിടിച്ചുലച്ചു. ഗൃഹസ്ഥ ജീവിതത്തിലെ ഓരോ ധർമ്മവും വിധിയാവണ്ണം ഭഗവാൻ കസ്തൂരിയെ കൊണ്ട് ചെയ്യിച്ചു. അതേസമയം എങ്ങനെ ഭഗവാനെ ആശ്രയിക്കണമെന്നും പഠിപ്പിച്ചു. ആധ്യാത്മിക സാധകൻ സസൂക്ഷ്മം പഠിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണ് കസ്തൂരിയുടെ പ്രേമസ്വരൂപൻ എന്ന ആത്മകഥ. സ്വാമി എന്തെങ്കിലും പ്രസാദം കൊടുത്താൽ അതിലൊരു പങ്ക് വീട്ടിൽ കൊണ്ടുപോകാനായി അദ്ദേഹം മാറ്റിവെച്ച് തൂവാലയിൽ പൊതിയും. ഭഗവാൻ ഒരിക്കൽ ചോദിച്ചു, അപ്പുറത്തുള്ള ലോകത്തേക്കും നിനക്കൊപ്പം അവരെയും കൊണ്ടുപോകാനാണോ നിന്റെ ഉദ്ദേശം? നിനക്കുള്ളത് നീ സ്വീകരിക്കുക. ഇതിനർത്ഥം കിട്ടിയത് പങ്കുവെക്കരുതെന്നല്ല. ബന്ധങ്ങളിൽ ബന്ധനം, സംഘമുണ്ടെങ്കിൽ അത് കളയുക തന്നെ വേണം. കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയാനായി വാ തുറക്കാൻ പോലും സ്വാമി അദ്ദേഹത്തെ അനുവദിക്കാറില്ല. പറഞ്ഞാൽ സ്വാമി ചോദിക്കും, ഇത്ര കാലം എനിക്കൊപ്പം താമസിച്ചിട്ടും എന്ത് ഗുണമുണ്ടായി? ഇപ്പോഴും നിനക്ക് സംഘമുണ്ട്. അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് ബന്ധുക്കളെ ദൃഢമായി ഛേദിക്കാൻ ഭക്തനെ ഭഗവാൻ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്നു. ഭഗവാനൊപ്പം ധാരാളം യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ ധാരാളം കസ്തൂരി മൊഴിമാറ്റം നടത്തി. ഒരിക്കൽ ഭഗവാനുമായി യാത്ര പോകവേ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ രാത്രിയായി. നല്ല തണുപ്പ്. കസ്തൂരി പുതപ്പ് എടുത്തിരുന്നില്ല. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. തണുപ്പ് സഹിച്ച് കസ്തൂരിയും കിടന്നു. നേരം പുലർന്നപ്പോൾ താൻ ഭഗവാന്റെ കമ്പിളിപ്പുതപ്പ് പുതച്ചു മൂടിക്കിടക്കുന്നു. രാത്രിയിൽ എപ്പോഴോ സായിശ്വരി വന്ന് തന്നെ പുതപ്പിച്ചു കിടത്തിയതാണെന്ന് കസ്തൂരിക്ക് മനസ്സിലായി. ആ സായി പ്രേമമോർത്ത് അദ്ദേഹം വിതുമ്പിപ്പോയി. എന്തെങ്കിലും അനുസരണക്കേട് കണ്ടാൽ കർക്കശക്കാരനായ ഗുരുനാഥനെയും സ്വാമിയിൽ കസ്തൂരി കണ്ടു, അനുഭവിച്ചു. ഭഗവാന്റെ ഏറ്റവും വലിയ ശിക്ഷ അവഗണനയായിരുന്നു. പറ്റിയ വീഴ്ച എന്തെന്ന് പോലും അവിടുന്ന് പറയില്ല. പിന്നീട് അത് സ്വയം കണ്ടെത്തി ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നതോടെ സായി പ്രേമഗംഗ വീണ്ടും സാധകനിലേക്ക് ഒഴുകുകയായി. ഭഗവാൻ സംസാരിക്കാതെ ഒഴിവാക്കി നടക്കുമ്പോൾ ഇനി എന്തിനു ജീവിക്കണം എന്ന് പോലും തോന്നിയ നിമിഷങ്ങൾ കസ്തൂരിക്ക് ഉണ്ടായിട്ടുണ്ട്. കോരികെ മുറി. തെലുങ്കിൽ കോരികെ മുറി എന്നാൽ ആഗ്രഹം സാക്ഷാത്കരിച്ചു തരുന്ന മുറി എന്നർത്ഥം. ഒരിക്കൽ സ്വാമി കസ്തൂരിയെ മുറിയിലേക്ക് വിളിപ്പിച്ചു. കസ്തൂരി വിരലിൽ വലിയ ചുവന്ന കല്ല് വെച്ച മോതിരം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭംഗിയില്ലാത്ത മോതിരം. അദ്ദേഹം അത് മനപൂർവ്വം ധരിച്ചതാണ്. സ്വാമി അത്തരം മോതിരം കണ്ടാൽ അത് ഊരി വാങ്ങി മധുരപൂർവ്വം ശകാരിച്ച ശേഷം അതിന്റെ രൂപം മാറ്റും. ഭഗവാന്റെ ചിത്രത്തോടു കൂടി തിരിച്ചു തരും. തന്റെ മോതിരവും ഭഗവാൻ രൂപം മാറ്റിത്തരുമെന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു ആ മോതിരം ധരിച്ചെത്തിയത്. അഭിമുഖമുറിയിൽ ഭഗവാൻ ശ്രദ്ധിക്കാനായി മോതിരമിട്ട വിരൽ നെഞ്ചിൽ വെച്ച് നിന്നു കസ്തൂരി. സ്വാമി കൗതുകപൂർവ്വം കൈനീട്ടി. കസ്തൂരി മോതിരം ഊരി നൽകി. സ്വാമിയുടെ പട്ടുപോലെ മൃദുലമായ കൈത്തലത്തിൽ മോതിരം. കസ്തൂരിയോട് ഭഗവാൻ പറഞ്ഞു, ഓ, നിനക്ക് എന്റെ ചിത്രമുള്ള മോതിരം വേണമല്ലേ? അപ്പോൾ നിന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുമല്ലോ. ഭക്തനാണെന്ന് പറഞ്ഞ് നിനക്ക് ഞെളിയാമല്ലോ, പ്രശസ്തനാകാമല്ലോ. ആളുകൾ വാച്ചിൽ, മോതിരത്തിൽ, ലോക്കറ്റിൽ
പൂജാമുറിയിൽ എന്നെ പ്രദർശിപ്പിക്കുന്നു. വേണ്ട വേണ്ട, നീ എന്നെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. അവിടെയാണ് എൻ്റെ വസതി. ഭഗവാൻ മെല്ലെ ആ മോതിരത്തിൽ ഊതി. അതോടെ മോതിരം മറഞ്ഞുപോയി. കസ്തൂരി വിതുമ്പിപ്പോയി. പിന്നീട് തലേനാൾ ചെയ്ത പ്രഭാഷണം നന്നായിരുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം വിഭൂതി പാക്കറ്റുകൾ സമ്മാനിച്ചു. അഭിമുഖം കഴിഞ്ഞു. ഭഗവാൻ വാതിൽ തുറന്നു. ഇനി പുറത്തു പോകാം എന്നർത്ഥത്തിൽ. കസ്തൂരി പുറത്തേക്കിറങ്ങി. 2 അടി വെച്ചതേയുള്ളൂ. ഭഗവാൻ തിരികെ വിളിച്ചു. പാവം, നിനക്ക് നിന്റെ മോതിരം വേണ്ടേ? കുസൃതിയും വാത്സല്യവും കലർന്ന ചോദ്യം. തൃക്കരം ചലിച്ചു. പിന്നീട് അത് തുറന്നു. നവരത്ന മോതിരം. അത് സമ്മാനിച്ചുകൊണ്ട് ഭഗവാൻ അരുളി, നീ എന്റേതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റേതാണെന്ന് നീ ഇനി കൊട്ടിഘോഷിക്കരുത്, പ്രദർശിപ്പിക്കരുത്. നവരത്ന മോതിരം നവഗ്രഹ പ്രീതിക്കായി ജനങ്ങൾ ധരിക്കുന്നു. എന്റെ അനുഗ്രഹത്താൽ ഗ്രഹപ്പിഴകളെ മറികടക്കാനാവുമെന്ന് നീ ക്രമേണ അറിയും. അതുവരെ ഇത് ധരിക്കുക. ആപത് ബാന്ധവൻ. അതീവ ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖത്തിലും പ്രാരബ്ധവശാൽ കസ്തൂരി വലഞ്ഞു. പക്ഷേ ഭഗവത് ചിന്ത, സാമീപ്യം, സഹായം അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള അവസരവും ഒരുക്കി. പലപ്പോഴും വിശ്വാസം ഇളകിയാടി. പക്ഷേ കരുണാമയനായ സായി അപ്പോഴൊക്കെ ആശ്രിതനെ തന്നരികിലേക്ക് വലിച്ചടുപ്പിച്ചു. തന്നിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ സംരക്ഷണ വലയമൊരുക്കി. കസ്തൂരിയുടെ ജീവിതാന്ത്യം മുന്നിലെത്തിയ പല ഘട്ടങ്ങളിലും ബാബ അത് തള്ളി നീക്കി അകറ്റി. ഒരിക്കൽ കടുത്ത തുമ്മൽ കൊണ്ട് കസ്തൂരി വല്ലാതെ വലഞ്ഞു. ഡോക്ടർ വിശദമായി പരിശോധിച്ചു. ഒടുവിൽ രോഗകാരണം കണ്ടെത്തി. വളരെ പഴകിപ്പോയ അലർജി. ചികിത്സിച്ചു മാറ്റാൻ വിഷമകരം. വിവരം ബാബ അറിഞ്ഞു. അവിടുന്ന് ഒരു മധുര പരിഹാരം, ബാദുഷ, സൃഷ്ടിച്ചു നൽകിയിട്ട് അരുളി, ഇത് കഴിക്കൂ, നിന്റെ അലർജി അകലും. ആ പ്രസാദം കഴിച്ചതോടെ കസ്തൂരിയുടെ രോഗം അകന്നു. മറ്റൊരിക്കൽ കഠിനമായ വയറുവേദന ഉണ്ടായി. പരിശോധനയിൽ കുടൽപുണ്ണാണെന്ന് അറിഞ്ഞു. കറുത്ത കൊഴുത്ത ദ്രാവകമെന്ന് ഡോക്ടർ കുടലിലെ അവസ്ഥ വിവരിച്ചു. വിവരമറിഞ്ഞ ഭഗവാൻ കസ്തൂരിയോട് പറഞ്ഞു, വെളുത്ത കട്ടിയുള്ള രസഗുള തരാം. തൃക്കരം ചലിച്ചു. 4 രസഗുളകൾ തൃക്കരത്തിൽ രൂപപ്പെട്ടു. അത് കസ്തൂരിയെ കൊണ്ട് കഴിപ്പിച്ചു. ആ മാരക രോഗം അകന്നു. അദ്ദേഹം പഴയതുപോലെ ഭഗവത് സേവയിൽ മുഴുകി തുടങ്ങി. ആഫ്രിക്കയിലെ യാത്രയിൽ കമ്പാലയിൽ വെച്ച് കാർ അപകടമുണ്ടായി. വണ്ടിയിൽ നിന്ന് കസ്തൂരിയെ വലിച്ചു പുറത്തെടുക്കുകയായിരുന്നു. നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടായി. സായി മാതാവിന്റെ തൃക്കര സ്പർശനവും പരിചരണവും ആ അപകട സന്ധി തരണം ചെയ്യാൻ സഹായിച്ചു. ഒരിക്കൽ വിചിത്രമായൊരു പനി കസ്തൂരിയെ പിടികൂടി. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ജ്വരം തുടങ്ങും. രാത്രി 10-ന് രോഗം മാറും. 3 ആഴ്ച നിരന്തരം നിരീക്ഷിച്ച് ഡോക്ടർമാർ രോഗം കണ്ടുപിടിച്ചു. പഴക്കം ചെന്ന ഒരു ഉദര രോഗം, ഉദരാശയത്തിൽ ട്യൂബർകുലോസിസ്. ഗുരുതരമായ അവസ്ഥ. തന്റെ അവസാനം ഉറപ്പായി കസ്തൂരിക്ക്. കസ്തൂരി സ്വാമിയോട് പറഞ്ഞു, ഭഗവാനെ, സനാതന സാരഥിയുടെ പത്രാധിപരായി മറ്റൊരാളെ ചുമതലപ്പെടുത്തുമോ? തിളങ്ങുന്ന മിഴികൾ ഭക്തനിൽ ഉറപ്പിച്ച് ഭഗവാൻ അരുളി, നിന്റെ മരണം വരെ നീ തന്നെ സനാതന സാരഥിയുടെ പത്രാധിപർ. ഭഗവത് സങ്കല്പത്താൽ ആ മാരക രോഗം ഭക്തനെ വിട്ടൊഴിഞ്ഞു. എന്തിനിതെല്ലാം ഭഗവാൻ ചെയ്തു കൊടുത്തു? സ്വാമി തന്നെ കസ്തൂരിയോട് അക്കാര്യം പറഞ്ഞു. എന്നെ ദർശിക്കാനും പാദനമസ്കാരം ചെയ്യാനും സായി സേവ ചെയ്യാനും നിനക്ക് ഞാൻ ആയുസ് നീട്ടിത്തരുന്നു. ഭഗവത് മാർഗത്തിൽ ചരിക്കുന്ന ഓരോരുത്തർക്കുമുള്ള സായി വാണികളാണിത്. ഓം തത്സത്ത്.